ഇറങ്ങിയൊക്കെ വേണം. എല്ലാം നിയമസഭയുടെ നടുത്തണം. സാധാരണ ഇവിടെ ഇറങ്ങാൻ പാടില്ല. പിന്നെ സ്വഭാവം മാറും സമയം. ഇത് എഴുതി എടുക്കുന്നത് സഭാ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതാണ്. അത് സ്പീക്കർ ഇരിക്കുന്ന മുകളിൽ നിയമസഭ സെക്രട്ടറി, നേരത്തെ കണ്ട സ്പീക്കർ സെക്രട്ടറി താഴെ. ഈ സഭാ ഡോക്യുമെന്റ് എഴുതി എടുക്കുന്നവരാണ്. അത് ഷോർട്ട് ഹാൻഡിലാണ്. ഷോർട്ട് ഹാൻഡിൽ എഴുതുന്ന ഒരാളാണ് ഇത്. പിന്നെ നമ്മുടെ ഇരിപ്പിടം ഒരുക്കിയുള്ളത് ആ സ്പീക്കറാണ്. ഭരിക്കുന്നത് ഒന്നാമത്തെ പിന്നീട് അങ്ങോട്ട് മന്ത്രി കെ രാജൻ, റവന്യൂ മന്ത്രി റോഷിയ സിംഗ്, അങ്ങനെ മന്ത്രിമാരെ നിരയാണ് ഒന്നാമത്തെ നിരയിൽ. രണ്ട് നിരയിൽ മന്ത്രിമാരാണ്. ഈ സൈഡിൽ ഇരിക്കുന്നത് ആദ്യത്തെ കസേര ഇരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. രണ്ടാമത്തെ കസേരയിലാണ് പ്രതിപക്ഷ നേതാവ്. മൂന്നാമത്തെ കസേരയിൽ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി, UDF കക്ഷി. അപ്പോൾ നമ്മൾ ഒരു ഒറ്റയ്ക്ക് നോക്കിയാൽ ഒരു സൈഡിൽ ഭരണപക്ഷം ഒരു സൈഡിൽ പ്രതിപക്ഷം തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു 75 ഡിഗ്രി വരെയൊക്കെ ഉള്ള ആളുകളൊക്കെ, ഒരു 99 ആളുകൾ ഇതാണ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അല്ല, ഞാനിപ്പോൾ പറയായിരുന്നു, മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ആദ്യമായിട്ട് ഇത് കാണുന്ന സമയത്ത് ഭയങ്കര രസമുള്ളൊരു ഫീലാണ്. ഞാനിത് TV യിൽ തന്നെ, എല്ലാവരെയും പോലെ TV യിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം. കാണാനായിട്ടും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടും ഇവിടെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്.